കാരുണ്യ സംഘടനയായ അൽ റഹ്മയുടെ സഹകരണത്തോടെ ഒരുക്കിയ ക്യാമ്പിൽ ഗാർഹിക ജോലിക്കാരടക്കം നിരവധി പേരാണ് ചികിത്സ തേടിയെത്തിയത്. ഇന്ന് കാലത്ത് 7 മണിക്ക് ആരംഭിച്ച ക്യാമ്പിൽ പീഡിയാട്രിക്, കാർഡിയോളജി, ഗൈനക്കോളജി, ഒഫ്താൽമോളജി, ജനറൽ മെഡിസിൻ തുടങ്ങിയ വിഭാഗങ്ങളിലായി 10ഓളം വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കിയിരുന്നു. നേപ്പാൾ എംബസി അഭയകേന്ദ്രത്തിലെ അന്തേവാസികളടക്കം 500 പേർ വൈദ്യപരിശോധനയ്ക്കെത്തി. ECG, രക്തസമ്മർദ്ദം, ഷുഗർ തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങളും സൗജന്യ മരുന്ന് വിതരണവും ക്യാമ്പിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. കുവൈത്തിലെ മലയാളി യുവാക്കളുടെ കൂട്ടായ്മയായ യൂത്ത് ഇന്ത്യയും രാജ്യത്തെ പ്രമുഖ ജീവകാരുണ്യ സംഘടനയായ അൽ റഹ്മയും സംയുക്തമായായിരുന്നു നേപ്പാൾ എംബസിയുടെ സഹകരണത്തോടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇന്ത്യൻ യുവാക്കളുടെ കൂട്ടായ്മയാണ് ഇത്തരമൊരു പരിപാടിക്ക് നേതൃത്വം നൽകിയത് എന്നുള്ളത് തനിക്ക് ഏറെ സന്തോഷം പകരുന്നതായി ക്യാമ്പ് സന്ദർശിച്ച നേപ്പാൾ അംബാസഡർ മധുബാൻ പി പൗദൽ മീഡിയ വണിനോട് പറഞ്ഞു. So happy to know because we have very good relations with India, as you know, and we are really very happy that we are associated with India in besides the Kuwaiti organization. അൽ റഹ്മ മെഡിക്കൽ ട്രസ്റ്റ് ഡയറക്ടർ ഡോക്ടർ സലാഹ് മാലല്ല, യൂത്ത് ഇന്ത്യ ഭാരവാഹികളായ റഫീഖ് ബാബു, ഷാഫി പിടി എന്നിവർ ക്യാമ്പിന് മേൽനോട്ടം വഹിച്ചു. ജീവകാരുണ്യ രംഗത്ത് രാജ്യാതിർത്തികൾ തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് കുവൈത്തിലെ ഒരു സംഘം യുവാക്കൾ. കുവൈത്തിലെ നേപ്പാൾ എംബസി പരിസരത്തു നിന്നും ക്യാമറാമാൻ വസീർ അസറിനൊപ്പം മുനീർ അഹമ്മദ്, മീഡിയ 1.